ഞാനൊരിക്കൽ മദ്രാസ് ചെന്നൈ മെയിലിൽ കയറിയപ്പോൾ മുഷിഞ്ഞു നാറി ഷർട്ടെല്ലാം അല്പം കീറിയൊരു വ്യക്തി, ജില്ല ഞാൻ പറയുന്നില്ല, എൻ്റെ അരികെ വന്നു ഇരുന്നു സംസാരിച്ചു. എന്നെ മനസ്സിലായാവെന്ന് ചോദിച്ചു. ചിരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നീ മുഹമ്മദ് കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. അത് എവിടെ നിന്ന് വരുന്നു? കരഞ്ഞു. പിന്നീടും കരയുന്നു. ഞാൻ ചോദിച്ചു, അബുദാബിയിൽ 4000-ൽ പരം ദിർഹം ശമ്പളം വാങ്ങി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ജോലി ഒഴിവാക്കി വന്നു. സ്ഥലം വാങ്ങിച്ച് 17 സെൻറ്റ് ഭാര്യയുടെ പേരിലാണ്, വീട് വെച്ചു. അവർക്കിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വരുമാനമില്ല. അങ്ങനെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വകാന ബനു അമ്മി യഖൂലൂന മർഹബ ഫലമ്മാ റഔനി മുഅദിമൻ മാത മർഹബു. ഇപ്പോൾ മർഹബു മരിച്ചേക്കണം, കാരണം ഒന്നുമില്ല കയ്യിൽ. ഈ അവസ്ഥയിൽ ഞാനൊരിക്കൽ ഉച്ചഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ ഭാര്യ പറഞ്ഞ മറുപടി, നിങ്ങൾ അരി കൊണ്ടുവന്നിരുന്നോ എന്നാണ്. ഒരിക്കൽ ചായ ചോദിച്ചപ്പോൾ, നിങ്ങളിവിടെ ചായയും പഞ്ചസാരയും മറ്റും കൊണ്ടുവരാറുണ്ടോയെന്ന്. ഞാൻ വീട് വിട്ട് ഇറങ്ങിയതാണ്. ഞാൻ അജ്മീറിലായിരുന്നു. വന്ന് നാഗൂരിൽ പോയി, മുത്തുപേട്ട പോയി, പറങ്കിപ്പേട്ട പോയി, ഇവിടെ കോവളത്ത് പോയി, അതേപോലെ തന്നെ മദ്രാസിലുള്ള മറ്റ് പ്രധാനപ്പെട്ട 2-3 ദർഗകളുണ്ട്, അവിടെ എല്ലാം പോയി. ഇനി ഞാൻ ഉള്ളാളത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് കാണിച്ചു തന്നു. ഞാൻ എവിടെ നിന്ന് മരിക്കുന്നു, എന്നെ അവിടെ മറവ് ചെയ്യണം, എൻ്റെ വീട്ടുകാരോട് അറിയിക്കേണ്ട വിവരം അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യരുത്. ഗൾഫുകാരുടെ പലരുടെയും അവസ്ഥ ഇതാണ്. അവരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് ആവുന്നത് ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ട് വന്ധ്യരായ നമ്മുടെ പ്രസിഡന്റ് തഥാ ട്രഷറർ കോയോട് ഉസ്താദ്, MT ഉസ്താദ്, ഇവരെല്ലാം ആലിക്കുട്ടി ഉസ്താദ്, നേതാക്കന്മാർ സർവണം ചെയ്തിട്ടാണ് സമസ്യയുടെ ഏറ്റവും ഇളയ കുട്ടിയായ അപ്പോൾ ഇരുന്ന് കളിക്കുന്ന ഈ കൊച്ചു പൈതൽ എന്ന പ്രവാസിയെ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ഒരു പ്രാരംഭ ശ്രമം, ഒരു സഹായം എന്ന നിലക്കാണ് ഇൻഷാ അല്ലാഹ് ഈ 100 മെഷീൻ നാം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കൂട്ടായി പ്രവർത്തിച്ചാൽ, നോർക്കയുമായി ബന്ധപ്പെട്ടിരുന്നു, അതിൻ്റെ വിശദീകരണം അതിൻ്റെ പ്രതിനിധി വരുന്നുണ്ട്, അവർ പറയും. പിന്നെ മറ്റുള്ള വിദേശ നമ്മുടെ പ്രവാസി കൂട്ടായ്മകളുമായി ബന്ധപ്പെടാനും അതേപോലെ നല്ലതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.